നമ്മളിന്നുള്ളത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം നമ്മുടെ ഭാരതപ്പുഴയുടെ അടുത്ത സെക്ഷൻ പൈലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണിപ്പോൾ പൈലിംഗ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷീറ്റൊക്കെ താഴേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഒരു ഹോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവിടെ അവർ ആ ഷീറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് ദിവസമായി ഇപ്പോൾ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിട്ട്. ഇപ്പോൾ മഴ സീസണായ കാരണം കൊണ്ട് ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലപരിമിതി ഉണ്ട്. ഇപ്പോൾ അവർ കുറച്ച് സ്ഥലം അവർ ഒക്കെ ബോർഡർ ഇട്ടിട്ട് അവിടെയാണ് ഇപ്പോൾ അവർ കമ്പിയും കാര്യങ്ങളൊക്കെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പുഴയിലത്തെ പൈലിങ്ങാണ് ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ബാക്കി ചിലപ്പോൾ സീസൺ കഴിഞ്ഞിട്ടാവും കുറച്ചുകൂടി മേലക്കുള്ള ബാക്കി പൈലിങ്ങൊക്കെ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഓരോ ഷീറ്റ് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പില്ലറുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പിയർ ക്യാപ്പ് ബീമൊക്കെ അവർ ഏകദേശം കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗർഡറുകളൊക്കെ വെക്കാനുള്ളൊരു സാഹചര്യം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ ഈ പുഴയിലെ ബാക്കി ഭാഗം, ആ വെള്ളം ഉള്ള ഭാഗമാണ് ഇനി അടുത്ത പൈലിങ് വരുന്നത്. അടുത്ത പില്ലറിൻ്റെ പൈലിങ് വരുന്നത് നമ്മളിപ്പോൾ ഈ മണ്ണിട്ട ഭാഗത്ത് ഒരു പില്ലറും കൂടെ വരാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് വെള്ളത്തിലാണ് വരുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇനി അപ്പുറം സൈഡ് ഓപ്പൺ ആക്കിയിട്ട് അതുവഴി വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ആക്കിയതിന് ശേഷമാവും ചിലപ്പോൾ ഇവിടെ കോൺക്രീറ്റിങ് ഇവിടെ പൈലിങ് വരുന്നത്. മണ്ണൊക്കെ ഇട്ടതിന് ശേഷമാണ് പൈലിങ് വരുന്നുണ്ടാവുക. ശബരിമല സീസണായി കഴിഞ്ഞാൽ സ്വാമിമാരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യണ സ്ഥലമായിരുന്നു ഈ ഭാഗങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വളച്ച് കെട്ടിയിട്ടുണ്ട്, ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ കമ്പിയൊക്കെ അവർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അടിയിലത്തെ പൈലിങ്ങിനുള്ള കമ്പികളൊക്കെ അവർ വെൽഡ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭാഗം മാത്രമാണ് ഇവിടെ സ്ഥല പരിമിതി കാരണം ഇത്രയും ഭാഗം മാത്രമേ ഇവർ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആ കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ സ്വാമിമാരുടെ ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്. ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അവർ വീണ്ടും അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോളൊന്നും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് തോന്നുന്നത്. സാധനം ഇറങ്ങുന്നില്ല. നമ്മൾ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ അവർ വെൽഡ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലത്തിൻ്റെ താഴെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ പുഴയുടെ അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നമ്മളെ സിഗ്നലിൽ വന്നിട്ടുണ്ട്. കുറ്റിപ്പുറം നമ്മുടെ സിഗ്നലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പില്ലറുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വരുന്ന പിയർ ക്യാപ്പ് ബീമുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നിലവിലിവിടെ നടക്കുന്ന വർക്ക്. രണ്ട് പിയർ ക്യാപ്പ് ബീമിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 2 കൂടെ നടക്കാനുണ്ട്. ഇതിൽ 2 ഉണ്ട്. അവിടെ അപ്പുറത്ത് ഒരു 2 പില്ലറും കൂടെ ഉണ്ട്. നിലവിൽ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും പില്ലറുകളാണ്.
ടോട്ടൽ 6 പില്ലറാണ്. അതിൽ 2 സെറ്റിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ പിയർ ക്യാപ്പ് ബീം എന്നുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഭാരതപ്പുഴയിലാണുള്ളത്. നമ്മളിപ്പോൾ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞെടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പിയർ ക്യാപ്പ് ബീമിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസാന ഘട്ടത്തിലാണ്. ബാക്കി വരുന്ന പില്ലറുകളുടെ പിയർ ക്യാപ്പ് ബീമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഈ ഭാഗത്തും പിയർ ക്യാപ്പ് ബീമിന് വേണ്ടിയിട്ടൊക്കെ കട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ പഴയ പാലത്തിൻ്റെ പില്ലറുകളൊക്കെ കാണാം. അതും ഈ പാലത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. എന്തായാലും വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സൈഡിലൊന്നും വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ആ സൈഡിൽ കൂടെ ഒഴുകുന്ന കാരണം കൊണ്ട് ഈ സൈഡിലില്ല. ഇതൊക്കെ വെള്ളമൊക്കെ ഈ സൈഡിൽ കൂടെ ഒഴുക്കിയാലാണ് ഇനിയിപ്പോൾ അപ്പുറത്ത് വർക്ക് തുടങ്ങുള്ളൂ. നമ്മളെ പാലത്തിൻ്റെ ഇപ്പോൾ പില്ലറിൻ്റെ സൈഡിലായിട്ട് ഒരു മണലൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് അപ്പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ട് മണലിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്രെയിനും വണ്ടികളൊക്കെ ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ വരാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിയർ ക്യാപ്പിൻ്റെ ഫ്രെയിം അടിക്കുമ്പോൾ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ക്രെയിന് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ ആ റെഡ് ക്രെയിനിൻ്റെ ഇതിൻ്റെ മേലെ തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സൈഡിൽ കൂടെ ആവും അതൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സൈഡിൽ മണലൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു പുതിയൊരു റോഡ് പോലെ ചെയ്യണമെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നനയ്ക്കാൻ വേറെ അങ്ങോട്ടും പോകണ്ട. പുഴയിൽ തന്നെ വെള്ളമുള്ള കാരണം കൊണ്ട് അതിൽ തന്നെ പൈപ്പിട്ട് മോട്ടർ വെച്ച് നനയ്ക്കേണ്ട പരിപാടി വേഗം കഴിയും. പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. പാലത്തിൻ്റെ ബീമുകളൊക്കെ പോലെ പില്ലറുകൾ അവസാനിക്കുന്നത് ഇതാണ്. ഇത്രത്തോളം ഇപ്പോൾ ഈ കാണുന്ന ഇത്രത്തോളം പില്ലറുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള പില്ലറിൻ്റെ എൻഡ് ഇവിടെയാണ്. അങ്ങോട്ടുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിലിപ്പോൾ ഈ കാണുന്നതിൽ തന്നെ ഒരു 3 പില്ലർ കൂടി കോൺക്രീറ്റ് കഴിയാനും ഉണ്ട്. എന്തായാലും നമ്മളെ ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ വർക്കിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോയിൽ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നന്ദി.